ജനങ്ങൾക്ക് ആശ്വാസവുമായി ആശ്വാസ് കമ്മ്യൂണിറ്റി ഫാർമസി. ഇംഗ്ലീഷ് മരുന്നുകൾ 15 മുതൽ 65% വരെ വിലക്കുറവിൽ. ഗുണനിലവാരമുള്ള മരുന്നുകൾ ഫാർമസിസ്റ്റുകളുടെ കരങ്ങളിലൂടെ. ഇന്ത്യയിൽ ആദ്യമായി രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റുകളാൽ രൂപീകൃതമായ സംരംഭം ആശ്വാസ് കമ്മ്യൂണിറ്റി ഫാർമസി. The fastest growing chain pharmacy in India. Quality medicines through qualified hands. Come on, search. മാറി നിക്ക. ഇങ്ങോട്ട് മാറി നിക്ക. ആൾക്കാർ ഇവിടുന്ന് മാറിയേ. ഡീറ്റെയിൽസ് കളക്ട് ചെയ്തോ? കളക്ട് ചെയ്തു മാഡം. ഫോറൻസിക്കിനെ അറിയിച്ചോ? അറിയിച്ചു മാഡം. ഹലോ സർ. കേസ് എന്താ റോസി? ഇതുവരെ പിടിച്ചില്ലേ? പ്രതികളുടെ രേഖാചിത്രം തയ്യാറാക്കുന്നുണ്ട്. ഉടനെ തന്നെ പിടിക്കുന്നു. റോസിക്ക് പറഞ്ഞാ മനസ്സിലാവത്തില്ല. എത്ര കോൾ എനിക്ക് വരുന്നറിയാമോ? മുകളിൽ നിന്ന് വളരെയധികം പ്രഷറുണ്ട്. അതുകൊണ്ടാണ്. റോസി ഒരു കാര്യം ചെയ്യും. ഇപ്പൊ 1:30 വിത്തിൻ 15 മിനിറ്റ്സിൽ വന്ന് എന്നെ മീറ്റ് ചെയ്യണം. ഓക്കെ? ശരി സർ. ഇരിക്കെ. റോസിയെ ഞാൻ വിളിപ്പിച്ചത് ശ്രീകുട്ടി മർഡർ കേസ് എന്തായി? അന്വേഷിച്ചോണ്ടിരിക്കുക സർ. മുകളിൽ നിന്നും വളരെയധികം സമ്മർദ്ദമുണ്ട്. എത്രയും പെട്ടെന്ന് എനിക്ക് അന്വേഷിച്ച് അതിന്റെ റിപ്പോർട്ട് കിട്ടണം. സൈബർ സെൽ പ്രകാരം പ്രതികൾ നമ്മുടെ ഈ ലൊക്കാലിറ്റിയിൽ തന്നെ ഉണ്ട്. അതായത് ഞാൻ പറഞ്ഞ ഈ കോളനിയിൽ. എങ്കിൽ വിത്തിൻ 2 വീക്സിനുള്ളിൽ പ്രതികളെ ഇവിടെ ഹാജരാക്കണം. ഉടനെ അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് റിപ്പോർട്ട് കിട്ടിയേ പറ്റൂ. ഉടനെ തന്നെ റിപ്പോർട്ട് തയ്യാറാക്കാം സർ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്ലീസ്. മാഡം, പെൺകുട്ടിയുടെ മരണത്തിൽ കുറച്ച് അപാകതകളൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ പെൺകുട്ടിയുടെ തലയിൽ മർദ്ദനത്തിന്റെ പാടുകളൊക്കെ കാണുന്നുണ്ട്. മൂർച്ചയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള പാടുകളാണ്, മുറിവിന്റെ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത്. കൂടാതെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആൽക്കഹോളിന്റെ അംശവും കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്നും കുപ്പിച്ചില്ലുകളുടെ പീസസും കിട്ടിയിട്ടുണ്ട്. പൊതുവെ നോക്കുകയാണെങ്കിൽ ഒരു റേപ്പ് അറ്റംപ്റ്റിന്റെ എല്ലാവിധ സാധ്യതകളും കാണുന്നുണ്ട്. ചേട്ടാ, ഒരു ലൈൻ. ശരി. ചേട്ടാ, ഈ അടുത്ത കാലത്ത് ഇവിടെ സംശയാസ്പദമായ രീതിയിൽ ആരെങ്കിലും കണ്ടിരുന്നോ? ഇല്ല, അങ്ങനെ ആരെയും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ സംശയം തോന്നുന്ന രീതിയിൽ 2-3 പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. കാറിൽ 3-4 പേര് വന്നിട്ട് ഇവിടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവര് ഒരു 3-4 പേര് ഉള്ളതായിട്ടാണ് എൻ്റെ ഓർമ്മ. ഈ വന്നവരെല്ലാം മദ്യവെച്ചിട്ടുണ്ടായിരുന്നു. സ്വബോധമില്ലാതെ അവരിവിടെ വന്ന് കാട്ടുകൂട്ടി ഓരോ കാര്യങ്ങൾ ഓർക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് പേടിയാണ്. അയാൾ കാറിൽ നിന്ന് ഇറങ്ങിയ പാടെ ഒന്ന് സിഗരറ്റാണ് ചോദിച്ചത്. അവരുടെ മട്ടുംഭാവം കണ്ടപ്പോൾ തന്നെ ഉറപ്പായി കാശ് കിട്ടില്ലെന്ന്. അതുകൊണ്ട് ഞാൻ സിഗരറ്റ് കൊടുത്തില്ല. പിന്നെ വഴക്കായി, അടിയായി, ഉന്തും തള്ളുമായി. ഉടനെ തന്നെ കൂട്ടത്തിലുള്ള ഒരുത്തൻ തോക്ക് കാണിച്ച് എന്നെ പേടിപ്പെടുത്തി. പിന്നെ ഒന്നും ചിന്തിക്കേണ്ടി വന്നില്ല. അവർ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്തു. എന്നെ ഉപദ്രവിച്ച് എൻ്റെ കടയെല്ലാം തല്ലിപ്പൊളിച്ചു. ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യം. മാഡം, ഇതാണ് ഞാൻ പറഞ്ഞ പയ്യൻ. പറഞ്ഞോളൂ, പേടിക്കണ്ട, ധൈര്യമായിട്ട് പറഞ്ഞോ. മോൻ പേടിക്കാതെ പറഞ്ഞോ.
അത് ഇന്നലെ രാത്രി സൈക്കിളും കൊണ്ട് റോട്ടിൽ കൂടെ രാത്രി ഓടിച്ചു പോയപ്പോൾ അതുവഴി ഒരു കറുത്ത കളറുള്ള കാറ് എന്നെ ഇടിക്കാൻ വന്നു. എന്നെ ഇടിച്ച് തെറിപ്പിച്ചു. ഞാൻ പെട്ടെന്ന് ചാടി മാറി. ഞാൻ വല്ലാണ്ടങ്ങ് പേടിച്ചു പോയി. സത്യമാ മാഡം. മോൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6. മോൻ കള്ളം പറയുന്നതല്ലോ? അല്ല, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. സത്യം. മാഡം, എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. വണ്ടി ഇടിച്ച് എന്നെ കൊല്ലാൻ ശ്രമിച്ചവരെ ഇതിനു മുൻപും ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ മുഖം എനിക്കൊരിക്കലും മറക്കാനാവില്ല. ചേച്ചി, ചേച്ചി, ചേട്ടാ, ഇവിടെ ആരും ഇല്ലേ? നമ്മുടെ കോളനിയിൽ സെയിൽസിൽ വന്ന ചേച്ചിയെ പട്ടാപ്പകൽ ഉപദ്രവിച്ച് കൊല്ലുന്നത് ഞാൻ കണ്ടു മാഡം. ഇതെല്ലാം ഞാൻ നേരിൽ കണ്ടു എന്ന് മനസ്സിലാക്കി അവർ എന്നെ പിന്തുടരാൻ തുടങ്ങി. അവരെന്നെ പല രീതിയിലും കൊല്ലാൻ ശ്രമിച്ചു. അവസാനം ഇന്നലെ എന്നെ കാറിടിച്ച് കൊല്ലാനായിരുന്നു അവരുടെ പ്ലാൻ. ഭാഗ്യത്തിന് ഞാൻ രക്ഷപ്പെട്ടു. അതൊക്കെ കൊണ്ട് തന്നെ ഇവരെ ഏതിരുട്ടി കണ്ടാലും എനിക്ക് മനസ്സിലാകും. ആ കൊലപാതകത്തിൻ്റെ ദൃക്സാക്ഷി ഞാനാണെന്ന് മനസ്സിലാക്കിയത് കാരണമാണ് എന്നെ അവർ ഫോളോ ചെയ്യുന്നത്. അവരുടെ അടുത്ത ഇര ഞാനാണ് മാഡം. മാഡം, ആ കടക്കാരൻ പറഞ്ഞ ശരിയാണെങ്കിൽ അവന്മാർ ഇവിടെ തന്നെ കാണും. നമുക്ക് നോക്കാം. ഓക്കെ മാം. ഓക്കെ, ഓക്കെ മാം. ഓക്കെ, ആ, ഓക്കെ മാം. ആ കാറിന്റെ കളർ? അവന്റെ അമ്മേരെ കട. എന്ത് ചെയ്യാൻ എങ്ങനെയാണ് കൊന്നത്? നീ എന്റെ ഏത് മുക്കിനും മുന്നിൽ ഒളിച്ചാലും അവിടെ വന്ന് പൊക്കോടാ. പെൺകുട്ടികൾ നമ്മുടെ നാടിന്റെ വെളിച്ചമാണ്. ഓരോ പെൺകുട്ടികളും ഇതുപോലുള്ള ചതിക്കുഴികളിൽ പോയി വീഴാതിരിക്കട്ടെ. എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടിയും എല്ലാ മാതാപിതാക്കൾക്ക് വേണ്ടിയും ഈയൊരു അറിവ് ഞങ്ങൾ പകർന്നു നൽകുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു.